ओके। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरों श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिविशाखान्वितंश्च ये कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्त राधाकान्त नमोऽस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. നമ്മളിന്ന് വായിക്കുന്നത് ഭഗവത്ഗീത സിറ്റീസ് അധ്യായം 6 16 ശ്ലോകം മുതൽ. നാതി അശ്നതസ്തു യോഗോസ്തി ന ചൈകാന്തം അനശ്നതാം ന ചാതി സ്വപ്നശീലസ്യ ജാഗ്രതോ നൈവ ചാർജുന. നാതി അശ്നതസ്തു യോഗോസ്തി ന ചൈകാന്തം അനശ്നതാം ന ചാതി സ്വപ്നശീലസ്യ ജാഗ്രതോ നൈവ ചാർജുന. ഹരേ കൃഷ്ണ. ശ്യാമള മാതാജി. हरे कृष्णा। ओम नमो भगवते वासुदेवाय। नात्यस्नतस्तु योगोस्ते न चैकान्तमनस्नतः न चादिस्वप्नशीलस्य जाग्रतो नैव चार्जुन। हरे कृष्ण। സുചി മാതാജി. हरे कृष्ण। नास्ति योगोस्ति न चैकान्तमनस्नतं न चादि स्वप्नशीलस्य जाग्रतो नैव चार्जुन। हरे कृष्ण। സ്മിത മാതാജി. हरे कृष्णा। नमो भगवते वासुदेवाय। नाद्यस्नस्तु योगोस्ति न चैकान्तमनस्नतः न चादि स्वप्नशीलस्य जाग्रतो नैव चार्जुन। हरे कृष्ण। मंगला माताजी. हरे कृष्ण प्रभु प्रणाम। ओम नमो भगवते वासुदेवाय। नदि अश्नतस्तु योगोस्ते न चैकान्तमनश्नता न चादि स्वप्नशीलस्य जाग्रतो नैव चार्जुन. വിവർത്തനം. ദിവ്യപൂജ ശ്രീ ശ്രീമദ് എസി ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ജയ് ശ്രീല പ്രഭുപാദ്. അർജുന, വളരെ കുറച്ചു മാത്രം ഭക്ഷിക്കുന്നവർക്കും ഏറെ ഭക്ഷിക്കുന്നവർക്കും ഉറക്കം ഇല്ലാത്തവർക്കും വേണ്ടതിലേറെ ഉറങ്ങുന്നവർക്കും യോഗിയാവാൻ കഴിയില്ല. ഹരേ കൃഷ്ണ. There is no possibility of one's becoming a yogi. Oh Arjuna, if one eats too much or eats too little, sleeps too much or does not sleep any. അപ്പോൾ യോഗി ഇവിടെ ധ്യാനയോഗത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ആ കോണ്ടെക്സ്റ്റിൽ നമ്മൾ മനസ്സിലാക്കണം. ഒരു യോഗി എന്താണ്? യോഗി എന്ന് പറഞ്ഞ ആ പദത്തിന്റെ അർത്ഥം എന്താണ്? യോഗി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഭഗവാനുമായിട്ട് ബന്ധപ്പെടുന്നത് തന്നെയല്ലേ? യെസ്, ഭഗവാനുമായിട്ട് യുണൈറ്റ് ചെയ്യുന്നു, ലിങ്ക് ചെയ്യുന്നു, ബന്ധപ്പെടുന്നു. ഓക്കെ, അതിനാണ് യോഗി.
ആ യോഗി എന്നുള്ള വാക്ക് വരുന്ന യുജ് എന്നുള്ള പദത്തിൽ നിന്നാണ് വരുന്നത്. യുജ് പറഞ്ഞാൽ ടു ലിങ്ക്, ടു കണക്ട്. അപ്പോൾ കണക്ഷൻ, ഭഗവാനുമായിട്ടുള്ള കണക്ഷനാണ് ഇവിടെ. അത് ചെയ്യാൻ അത് ആഗ്രഹിക്കുന്ന ഒരു ഭക്തനാണ് യോഗിയാവുന്നത്. നമ്മൾ ഒരുപാട് യോഗിവര്യന്മാരെ കാണുന്നുണ്ട്. ഓക്കെ, ഹിമാലയത്തിലും അവിടേക്ക്. അതിൽ നല്ല യോഗികളുണ്ടാവും, സ്യൂഡോ യോഗികളുണ്ട്. സ്യൂഡോ എന്ന് പറഞ്ഞാൽ ഇമ്പോസ്റ്റേഴ്സ്, അതായത് അഭിനയിക്കുന്ന ആൾക്കാർ. ശരിക്കുള്ള യോഗികളല്ല, പഴപ്പിന് വേണ്ടിയിട്ട്, എന്തെങ്കിലും ഭൗതിക തലത്തിലുള്ള കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് യോഗികളാണെന്ന് അഭിനയിക്കുന്നുണ്ടാവും. പിന്നെ നമ്മളെ ഒരുപാട് യോഗ സ്റ്റുഡിയോ നമ്മൾ കാണുന്നുണ്ടാവുന്നുണ്ട് അല്ലേ? ഇന്നത്തെ കാലത്ത് ഇഷ്ടം പോലെ ഓരോ മുക്കിനും മൂലയ്ക്കും യോഗ സ്റ്റുഡിയോ ഉണ്ട്. അപ്പൊ ആ യോഗ ഈ യോഗ ഒന്നാണോ? ഇവിടെ ഭഗവാൻ പറയുന്ന യോഗ, നമ്മളുടെ നാട്ടിൽ കാണുന്ന യോഗ സ്റ്റുഡിയോ, അതും യോഗ എന്നുള്ള വാക്കാണ്. ഒന്നാണോ? എന്താണ് അല്ല, വ്യത്യാസം? അത് ഫിസിക്കലി ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിയിട്ടാണ്. ഫിസിക്കൽ എക്സസൈസ്. അതായത് ഇപ്പോ നമ്മൾ സംസാരിക്കുന്ന, ഡിസ്കസ് ചെയ്യുന്ന യോഗ അഭ്യാസത്തിന്റെ, അഷ്ടാംഗ യോഗത്തിന്റെ ഒരു അംഗം മാത്രമാണ് അവിടെ പരിശീലിക്കുന്നത്. എന്താണത്? നമ്മളിപ്പോ പ്രതിപാദിക്കുന്ന അഷ്ടാംഗ യോഗത്തിന്റെ ഒരു അംഗം മാത്രമാണ് നമ്മുടെ യോഗ സ്റ്റുഡിയോയിൽ. അത് മുഴുവനില്ല, അതിന്റെ ചെറിയൊരു വേർഷൻ മാത്രമാണ് അവിടെ പഠിപ്പിക്കുന്നത്. എന്താണത്? പ്രാണായാമം. പ്രാണായാമം, പിന്നെ ഇത് തന്നെയാണോ? ആസനം, പ്രാണായാമം. ഓക്കെ, അത് വളരെ ചുരുങ്ങിയ തോതിൽ അവരുടെ വേർഷനിൽ, ശരിക്കുള്ളതല്ല. പ്രാണായാമം ചെയ്യുന്നത് ഫിസിക്കൽ എക്സസൈസ് ആണ്, അല്ലാണ്ട് ഭഗവാനുമായിട്ടുള്ള കണക്ഷൻ വേണ്ടിയിട്ടല്ല. യോഗ പ്രാക്ടീസ് ചെയ്യുന്നതും ഫിസിക്കൽ എക്സസൈസ് ആണ്. ആസനങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള സിറ്റിംഗ് പോസ്റ്റേഴ്സ്. ഓക്കെ, അത് പത്മാസനം, ശവാസനം, മഹാസനം പറഞ്ഞിട്ട് ഒരുപാട് ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ചെയ്യുന്നത് തൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പർപ്പസ്, ഉദ്ദേശം വേറെയാണ്. അതിനെ ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ഈ രണ്ട്, അതായത് പ്രാണായാമം ആണെങ്കിലും ആസനമാണെങ്കിലും കൂടിയിട്ട് അവിടെ യോഗ സ്റ്റുഡിയോയിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ടോട്ടലി മെറ്റീരിയൽ ഓറിയന്റഡ് ആണ്. ഈ അഷ്ടാംഗ യോഗ എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ഓറിയന്റഡ് ആണ്. അതിൻ്റെ നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണ്? സ്പിരിച്വൽ അപ്ലിഫ്റ്റ്മെന്റ്, ആധ്യാത്മികമായിട്ടുള്ള ഉന്നമനമാണ് നമ്മുടെ ഈ യോഗ കൊണ്ട്, അഷ്ടാംഗ യോഗ കൊണ്ട് ഇവിടെ ധ്യാന യോഗത്തിൽ ഇവിടെ ഭഗവാൻ അർജുന് പറഞ്ഞു കൊടുക്കുന്നത്. മറ്റേ യോഗ എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ അല്ല, മെറ്റീരിയൽ ആണ്. അതിന്റെ ബെനിഫിറ്റ് മെറ്റീരിയൽ ആണ്, ബോഡി ഫിറ്റ്നസ് ആണ്. ആ ബോഡി, യെസ്. മറ്റേതിലേക്ക് ആയിക്കൂടെ പ്രഭു? അതില് താല്പര്യമുള്ളവർക്ക് അത് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നീട് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ലേ? പറ്റില്ല. കാരണം ആദ്യത്തെ രണ്ട് ലിംസ്, രണ്ട് അംഗങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യാണ്ട് മറ്റൊരു അംഗങ്ങൾ നമുക്ക്, ഇതെല്ലാം ഒന്നിനൊന്ന് ഒരു ചവിട്ടുപടി പോലെയാണ്. അപ്പൊ ആദ്യത്തെ യമനിയമങ്ങൾ പാലിക്കാണ്ട് മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല ശരിക്കും. അപ്പൊ ആദ്യം യമനിയമങ്ങൾ, റൂൾസ് ആൻഡ് റെഗുലേഷൻ, പ്രിസ്ക്രിപ്ഷൻസ് ആൻഡ് പ്രൊഹിബിഷൻസ്, ഡൂസ് ആൻഡ് ഡോൺസ്, ഇത് പ്രാക്ടീസ് മാത്രമാണ് നമുക്ക് മറ്റുള്ള മൂന്നാമത്തെ പടിയിലേക്ക് കയറാൻ പറ്റും. മൂന്നാമത്തെ പടി നന്നായിട്ട് എക്സ്പെർട്ട് ആയാൽ മാത്രമേ നാലാമത്തെ പടി കയറാൻ പറ്റൂ. അപ്പോൾ ഒരു പ്രോഗ്രസീവ് സ്റ്റേജ് ആണ്. അതുകൊണ്ട് സ്ട്രേറ്റ് അവേ ഈ ഒരു ഇതിന്ന് മൂന്നാമത്തെ നാലാമത്തെ പടിയിൽ നിന്ന് അത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഇവിടെ ആദ്യത്തെ ഫൗണ്ടേഷൻ തന്നെ ഇളകിയിരിക്കുകയാണ്. ഒരു വീടിന്റെ ഫൗണ്ടേഷൻ ശരിക്കില്ലെങ്കിൽ വീട് നിലനിൽക്കില്ല, അത് വീഴും, ഒരു കാറ്റ് വന്നാൽ വീഴും. അതുകൊണ്ട് ഇങ്ങനെ യോഗ ക്ലബിൽ നിങ്ങൾ എത്ര തന്നെ എക്സ്പെർട്ട് ആയാലും ശരി, പ്രാണായാമത്തിലും മറ്റുള്ള ആസനത്തിലും നിങ്ങൾക്ക് ഭഗവാനുമായിട്ടുള്ള കണക്ഷൻ കിട്ടില്ല. അതിന് ആദ്യം ചെയ്യേണ്ടത് യമനിയമങ്ങൾ. അതിൽ പെർഫെക്റ്റ് ആയാൽ മാത്രമാണ് ആസനം, പ്രാണായാമം ഒക്കെ നടക്കുന്നത്. പിന്നെ അങ്ങോട്ടുള്ളത് കാര്യങ്ങൾ ഒരിക്കലും. നമ്മുടെ യോഗം എന്ന് പറഞ്ഞിട്ട് തന്നെയല്ലേ നമ്മുടെ ഇപ്പൊ ഈ രവിശങ്കറും അതേപോലെ വേറെ ഒരു യോഗാചാര്യനും കൂടി ഉണ്ടല്ലോ, അതൊക്കെ ഒരു കാരണം, അതിന്റെ കാരണം എന്താ ഞാൻ പറഞ്ഞത്? ആദ്യത്തെ യമനിയമം അവർ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഏത് ആചാര്യം പഠിപ്പിച്ചാലും, എസ്പെഷ്യലി ഇത് കലികാലമാണ്, കലികാലത്തിൽ ഈ പ്രോസസ്സ് പറഞ്ഞിട്ടില്ല. അത് സാധ്യമല്ലാത്തത് കൊണ്ടാണ്. കാരണം യമനിയമങ്ങൾ നമുക്ക് ഇത് പ്രകാരം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അത് ടോട്ടൽ
അട്ടർ ഫെയിലിയർ ആയിരിക്കും. ആര് ഏത് ആചാരം പഠിപ്പിച്ചു കൊടുത്താലും ശരി, നമ്മുടെ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തടത്തോളം എങ്ങനെ നമ്മൾ ഭഗവാനെ ഫോക്കസ് ചെയ്യും? അല്ല അപ്പൊ നമ്മൾ ഈ പാലിക്കണ യമനിയമം തന്നെയല്ല അവിടെയും പാലിക്കാൻ പറയണത്. അവര് ചെയ്യുന്നില്ലല്ലോ അത്. നമ്മൾ അറ്റ്ലീസ്റ്റ് നിർബന്ധിതരായിട്ട് നമുക്ക് ഒരു ഇനീഷ്യേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ, ദീക്ഷ കിട്ടുന്നുണ്ടെങ്കിൽ മിനിമം ഈ 4 യമനിയമങ്ങൾ പാലിക്കണം. പിന്നെ അതല്ല, അത് അത് വലിയ ഇത്. പക്ഷേ മൈന്യൂട്ടായിട്ട് ഒരുപാട് യമനിയമങ്ങളുണ്ട്, നമ്മൾ പാലിക്കാത്ത ഒരുപാട് മൈന്യൂട്ടായിട്ടുള്ള യമനിയമങ്ങളുണ്ട്. ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട് ഇതില്. നമ്മൾ ആ ഡീറ്റെയിൽസ് കിടക്കുന്നില്ല. നമ്മൾ ബ്രോഡായിട്ടുള്ള 4 കാറ്റഗറി മാത്രമേ പാലിക്കുന്നുള്ളൂ. അതും എല്ലാവരും ശരിക്കും അക്ഷരാർത്ഥത്തിൽ പാലിക്കുന്നില്ല. ഓക്കെ, ഗ്രോസ് ആയിട്ട് പാലിക്കുന്നുണ്ടാവും, പക്ഷെ മൈന്യൂട്ട് ലെവലിൽ പോകുമ്പോൾ ഒരാളും അത് ശരിക്കും 100% പാലിക്കുന്നില്ല. അപ്പോൾ യമം റൂൾസ് ആൻഡ് റെഗുലേഷൻ പറഞ്ഞാൽ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പോയാൽ ഒരാളും അതിന് എലിജിബിൾ ആയിരിക്കില്ല. ഈവൻ നമ്മളുടെ ഇതിലും അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകണം. അത് അപ്പോൾ അഷ്ടാംഗ യോഗം എന്ന് പറഞ്ഞാൽ അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇതാണത്. ഇവിടെ നമ്മുടെ ഭക്തി യോഗം എന്ന് പറഞ്ഞാൽ ഗ്രോസ് ആയിട്ട് ബ്രോഡായിട്ട് ഈ 4 നിയമങ്ങൾ പാലിച്ചാൽ മതി. മൈന്യൂട്ട് ഡീറ്റെയിൽസ് പോയാൽ നമ്മളും അതിന് ഫെയിലിയർ ആയിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ പറയാണ്, അതായത് ഒരു ഭൗതിക തലത്തിൽ ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിട്ട് നമ്മൾ ഇടപഴകുന്നതും യമ നിയമ ലംഘനമാണ്. അതായത് ഒരു വ്യക്തി ഭൗതിക ആഗ്രഹം ഉള്ള ഒരു വ്യക്തിയായിട്ട് നമ്മൾ ഇടപഴകുന്നതും കൂടി പാടില്ല. കാരണം അവരുടെ ആ കോൺഷ്യസ്നെസ് നമ്മളെ ബാധിക്കും നെഗറ്റീവായിട്ട്. അപ്പൊ അവരിന്നെല്ലാം നമ്മൾ ദൂരം. അതുകൊണ്ടാണ് അന്നത്തെ കാലത്ത് അഷ്ടാംഗ യോഗ ആ പ്രോസസ് ചെയ്യുന്ന ആൾക്കാർ കാട്ടിൽ പോയിട്ട് ഒരു ശല്യം വേണ്ട, ആരുടെ സമ്പർക്കം ഇല്ലാതെ എല്ലാം ഡിറ്റാച്ച് ചെയ്ത് അവിടെ ചെന്ന്. സിറ്റിയിലോ ടൗണിലൊന്നും അഷ്ടാംഗ യോഗ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മനസ്സ് ഡിസ്റ്റർബ്ഡ് ആണ്, നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് വരും. അതുകൊണ്ട് ഈ യോഗ സിസ്റ്റം ഇന്നത്തെ കാലത്ത് ആർക്കും ചെയ്യാൻ പറ്റില്ല. നോ മീറ്റ് ഈറ്റിംഗ്, നോ ഇലിസിറ്റ് സെക്സ്, നോ ഗാംബ്ലിംഗ്, നോ ഇൻടോക്സിക്കേഷൻ. ഇതൊന്നും പഠിപ്പിക്കാതെ, മറ്റ് മൈന്യൂട്ടായിട്ടുള്ള ഒരു കാര്യം പഠിപ്പിക്കാതെ ഏതൊരു ആചാര്യനാണ് യോഗ പ്രാക്ടീസ് ചെയ്യാൻ പഠിപ്പിക്കാൻ പറ്റില്ല. അതൊരു ഫിസിക്കൽ എക്സസൈസിന് അപ്പുറം ഒന്നുമില്ല. അതുകൊണ്ടാണ് അങ്ങനെ മഴക്കാലത്ത് കൂന് മുളയ്ക്കുന്ന പോലെ ഒരുപാട് യോഗ സൊസൈറ്റീസ് ഓരോ മുക്കിലും മൂലയിലും കാണും. പക്ഷെ അതൊന്നും ഭഗവാനെ കണക്ട് ചെയ്യാനുള്ള യോഗ സിസ്റ്റം അല്ല. പക്ഷേ അതിൽ നിന്ന് എടുത്തിട്ടുള്ള 1-2 ഒരു അംഗം അല്ലെങ്കിൽ ലിംസിന്റെ ചെറിയൊരു വേർഷൻ നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസിന് വേണ്ടിയിട്ടാണ്. അതുമാത്രമല്ല, ഫിസിക്കൽ ഫിറ്റ്നസ് മാത്രമല്ല, അതിലൂടെ നമുക്ക് കൂടുതൽ ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സും അത് വരുത്തും നമ്മളെ. എന്താണ് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്? എനിക്ക് നല്ല ശക്തി വന്നാൽ, നല്ല ബോഡി ബിൽഡപ്പ് ആയാൽ എനിക്ക് അഹങ്കാരം കൊടുക്കും. ഞാൻ എന്നെപ്പോലെ നല്ലൊരു ബോഡിയുള്ള, എന്നെപ്പോലെ സുഖനായിട്ടുള്ള, എന്നെപ്പോലെ കഴിവുള്ള ഒരാളില്ല. അപ്പൊ അവിടെ എന്തായി? സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ആയി. മറ്റുള്ളവരെ താഴ്ന്ന നിലയിൽ കാണാൻ തുടങ്ങും. ഞാനാണ്, എനിക്ക് ശക്തിയുണ്ട്, എനിക്ക് ഉള്ളതുണ്ട്. അപ്പൊ അങ്ങനെ അത് നമ്മളെ വിപരീതമായിട്ടുള്ള ഒരു ദിശയിലേക്ക് നയിക്കും, അഹങ്കാരത്തിലേക്ക് നയിക്കും. ഇവിടെ എന്താണ്? ഒരു യോഗ ചെയ്യുന്ന ഒരു വ്യക്തി, ഭക്തൻ, വിനമ്രത, ഹ്യൂമിലിറ്റി, ഹംബിൾനെസ്, അതാണ് എക്സിബിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഏത് പ്രോസസ്സ് കലികാലത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് കലികാലത്തിന് ഏത് യജ്ഞമാണ് പറഞ്ഞിരിക്കുന്നത്? യജ്ഞാനാം ജപയജ്ഞോസ്മി. യജ്ഞങ്ങളുടെ ആണ് ജപയജ്ഞമാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അതും തന്നെ നമുക്ക് ശരിക്കും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഉണ്ടോ ഈ അഷ്ടാംഗ യോഗം? അതുകൊണ്ട് അങ്ങനെ ഒരു യോഗി കൂടുതൽ കഴിക്കാൻ പാടില്ല, കുറച്ച് കഴിക്കാൻ പാടില്ല, കൂടുതൽ ഉറങ്ങാൻ പാടില്ല, കുറച്ച് ഉറങ്ങാൻ പാടില്ല. എല്ലാം ഈ യോഗ പ്രാക്ടീസിനെ, യോഗ അഭ്യാസത്തിനെ നെഗറ്റീവായിട്ട് അഡ്വേഴ്സിലി എഫക്റ്റ് ചെയ്യും. ഈ പതഞ്ജലി എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ പ്രഭു? പതഞ്ജലി യോഗ സിസ്റ്റം ആണ്, പക്ഷെ ഇന്നത്തെ കാലത്ത് ആർക്കും അത് അഭ്യസിക്കാൻ പറ്റില്ല. പതഞ്ജലി യോഗ സിസ്റ്റം ഒക്കെ അന്നത്തെ കാലത്തേക്ക് റെലവെന്റ് ആണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് ആ സിസ്റ്റം ആർക്കും ഫോളോ, കാരണം മെയിനായിട്ട് ആദ്യത്തെ 2 ഇതിൽ തന്നെ നമ്മൾ ഫെയിൽ ആവും യമ നിയമത്തിന്.
അപ്പൊ അവരൊക്കെ ഈ മാസ്റ്റർമാരും തെറ്റിക്കുന്നുണ്ടെന്നാണ് അല്ലേ? അപ്പൊ മാസ്റ്റർമാർക്ക് അറിയുന്നില്ല. അവർ ഇന്നത്തെ കാലത്തെ ആൾക്കാരുടെ ആ മനോനില പഠിക്കാതെ, അവരുടെ കോൺഷ്യസ്നസ് അറിയാതെ അവരുടെ പേരും പ്രശസ്തിക്കും പൈസയ്ക്കും വേണ്ടിയിട്ട് ചെയ്യുന്നു. അത്ര തന്നെ, വേറൊന്നുമില്ല. അവരുടെ ആഗ്രഹം എന്താ? അവർക്ക് പേരും പ്രശസ്തി വേണം, അവരുടെ കാര്യങ്ങൾ നടക്കണം, അവർക്ക് പണം സമ്പാദിക്കണം, അത്രേ ഉള്ളൂ. ഭഗവത്ഗീത കണക്ട് ചെയ്യുന്നുണ്ടല്ലോ അവര്. ഭഗവത്ഗീത കാണും, നമ്മളും ഭഗവത്ഗീതയിലെ വായിക്കുന്നപ്പോ. പക്ഷെ നമ്മളെന്താ പറയണത്? ഈ യോഗ സിസ്റ്റം ഇന്നത്തെ കാലത്ത് കലിയുഗത്തിൽ നടക്കുന്ന സംഗതിയല്ല. അതുകൊണ്ട് ഇതൊരു ഇൻഫോർമേഷൻ മാത്രമാണ്. ഇതുകൊണ്ട് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ നടക്കില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കലികാലത്തിലെ നാമസങ്കീർത്തനം. ഇതാണ് നമ്മൾ ഭഗവത്ഗീതയിലെ പ്രവാദ്യം പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ട് കൃഷ്ണനും അതന്നെ പറഞ്ഞത്. അർജുനനും പറഞ്ഞു, എനിക്ക് ഈ യോഗ സിസ്റ്റം പറ്റില്ല, എനിക്ക് വേണമെങ്കിൽ കാറ്റിനെ തടുത്തു നിർത്താനുള്ള ശക്തി എനിക്കുണ്ട്, പക്ഷെ എൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള ശക്തി എനിക്കില്ല. അതുകൊണ്ട് കൃഷ്ണ, എനിക്ക് ഈ യോഗ അഭ്യാസം പറ്റില്ല എന്ന് അർജുനൻ പറഞ്ഞ 5000 വർഷം മുമ്പ് അർജുനൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് 5000 വർഷത്തിന് ശേഷം വെറും ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള നമ്മള്, യാതൊരു വിലയില്ലാത്ത, യാതൊരു ശക്തിയും ഒരു വിധത്തിലുള്ള ഒരു കഴിവുമില്ലാത്ത നമ്മളുടെ സ്ഥിതി എന്തായിരിക്കും? അപ്പൊ നമുക്ക് അറിയാം. അതൊക്കെ മനുഷ്യരെ, ഇന്നത്തെ കാലത്തെ ആൾക്കാരെ ചതിക്കാൻ വേണ്ടി, വഞ്ചിക്കാൻ വേണ്ടിയിട്ട്, അവരവരുടെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും അങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് ഒരു ഗുണവുമില്ല. സ്പിരിച്വലി ഒരു ഗുണമില്ല എന്ന് പറഞ്ഞു. മെറ്റീരിയലി യെസ്, അത് ചെയ്യുന്നവർക്കും ചെയ്യിപ്പിക്കുന്നവർക്കും ഗുണമുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇഷ്ടം പോലെ ഇവിടെ കാണുന്നത്. അത് ഒരു സ്പിരിച്വൽ ഒരു ഫ്ലേവറിന്റെ കോട്ടിങ് കൊടുക്കും. അപ്പൊ അത്, ഞാൻ സ്പിരിച്വൽ ആണ് ചെയ്യുന്നത്, ഞാൻ യോഗ അഭ്യാസിക്കുക, യോഗ ക്ലാസ്സിനാണ് പോകുന്നത്, ഞാൻ ഭഗവത്ഗീത ക്ലാസ്സിനാണ് പോകുന്നത് പറയും. ഭഗവത്ഗീതയിൽ എന്താ പഠിക്കുന്നത്? ഈ യോഗ പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പൊ അത് കലികാല വൈഭവമാണ്. ഇങ്ങനത്തെ ഒരുപാട് കാണും. ഇതിലൊന്നും ചെന്ന് പെടാതെ നമ്മൾ ശരിക്കുള്ള ആ ഒരു പാതയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് കിട്ടിയ ഭാഗ്യം, നമുക്ക് തന്നെ ആ ഭാഗ്യം എങ്ങനെ വന്നു ചേർന്നു നമുക്കെന്നെ അറിയില്ല. ഭഗവാന്റെ ഭക്തന്മാരുടെയും കൃപാകടാക്ഷം കൊണ്ട് മാത്രമാണ് ഈ ശരിക്കുള്ള ആ ഒരു സമ്പ്രദായത്തിൽ ശരിക്കുള്ള പ്രോസസ്സ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, മറ്റൊരൊന്നും വഴുതി വീഴാതെ. അപ്പോൾ യോഗി എന്താണ്? കൂടുതൽ ഉറങ്ങാൻ പാടില്ല, കുറച്ച് ഉറങ്ങാൻ പാടില്ല, കൂടുതൽ കഴിക്കാൻ പാടില്ല, കുറച്ച് മിതാഹാരം, മിതമായിട്ടുള്ള ഉറക്കം, ഇതെല്ലാമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാണ് യോഗ ശരിക്കും ചെയ്യാൻ പറ്റുള്ളൂ. So regulation of diet and sleep is recommended herein for the yogis. ഇന്നത്തെ കാലത്ത് റെഗുലേഷൻ ചെയ്യുന്നുണ്ടോ? അവർ യോഗയുടെ പേരും പറഞ്ഞിട്ട് ഹോട്ടലിലും അവിടെയും ഇവിടെയും പോയിട്ട് എന്തെല്ലാം കഴിക്കും, ഇങ്ങോട്ട് തിരിച്ച് കഴിക്കാത്ത എല്ലാം കഴിക്കും അവർ. ഇവിടെ എന്താ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്? മിതാഹാരം, അതേപോലെ മിതമായിട്ടുള്ള ഉറക്കവും, ബാലൻസ്. എന്താ പറഞ്ഞ ഇത് ഭക്തി യോഗത്തിന് ഉപയോഗിച്ചൂടെ? തീർച്ചയായിട്ടും എല്ലാ യോഗയ്ക്കും പറ്റും. റൂൾസ് ആൻഡ് റെഗുലേഷൻ എല്ലാ യോഗയ്ക്കും വേണം. ഇതിന് പ്രത്യേകിച്ച് വേണം. കാരണം വെച്ചാൽ ഇത് അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ് അഷ്ടാംഗ യോഗ. സോ ടു മച്ച് ഈറ്റിംഗ് മീൻസ് ഈറ്റിംഗ് മോർ ദാൻ ഈസ് റിക്വയർഡ് ടു കീപ് ദ ബോഡി ആൻഡ് സോൾ ടുഗദർ. അപ്പൊ നമ്മൾ കൂടുതൽ കഴിച്ചാൽ എന്താണ്? ഉറക്കം വരും. നമുക്ക് ഒരു എൻത്യൂസിയസം ഉണ്ടായിരിക്കില്ല, ലേസി ആയിരിക്കും. അപ്പൊ എങ്ങനെ നമുക്ക് യോഗ ചെയ്യാൻ പറ്റുക? But too much eating means eating more than to keep the body and soul together. അപ്പോൾ നമ്മളുടെ ശരീരത്തിനെയും ആത്മാവിനെയും ഒരേപോലെ പിടിച്ചു നിർത്താനുള്ള ആ ഒരു ആഹാരം മാത്രമേ കഴിക്കാൻ പറ്റൂ. അതിൽ കൂടുതൽ കഴിച്ചാൽ അത് പ്രശ്നമാകും. There is no need for men to eat animals because there is an ample supply of grains, vegetables, fruits and milk. അപ്പൊ ഇത് വേറൊരു നിബന്ധന. അതായത് മത്സ്യമാംസം കഴിക്കാൻ പാടില്ല. ഏതെല്ലാം യോഗ ക്ലാസ്സിലാണ് അവരിത് പറഞ്ഞു കൊടുക്കുന്നത്? നിങ്ങൾ യോഗ ചെയ്യാൻ വന്നോളൂ, പക്ഷെ മത്സ്യമാംസം കഴിക്കാൻ പാടില്ല എന്ന് ആരാ പറഞ്ഞു കൊടുക്കുന്നത്? വളരെ കുറച്ച് ആൾക്കാരെ അത് പറഞ്ഞു കൊടുക്കണ്ടോ. മിക്ക ആൾക്കാരും ഒന്നും അതിനെപ്പറ്റി പറയില്ല. കാരണം അവർക്ക് പൈസ കിട്ടില്ല, പിന്നെ ആരും വരില്ല. അപ്പൊ ഞാൻ ഈ യോഗ ക്ലാസ് നടക്കുന്നുണ്ട്. ഇവിടെ വരുന്നവരെല്ലാം സാക്കാരി എന്തായാലും ഹരേ കൃഷ്ണ പ്രഭു. സസ്യ ബുക്കായിരിക്കും. പറയും മാജി. ഞാൻ ഒന്ന് ലെഫ്റ്റ് ആവാണ് കേട്ടോ. ഓക്കെ.
അപ്പൊ ഇവിടെ വരുന്ന ആൾക്കാരും മാംസബുക്ക് ആവരുത്, സസ്യബുക്കായിരിക്കണം എന്ന് നിബന്ധന വെച്ചാൽ എത്ര ആൾക്കാർ പോവും? ആ മാസ്റ്റർ മാത്രം ഉണ്ടായിരിക്കും, സ്റ്റുഡൻസ് ആരും ഉണ്ടായിരിക്കില്ല. ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് വന്നു, ദർ ഈസ് നോ നീഡ് ഫോർ മെൻ ടു ഈറ്റ് അനിമൽസ് ബിക്കോസ് ദർ ഇസ് എൻ ആംപിൾ സപ്ലൈ ഓഫ് ഗ്രെയിൻസ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ആൻഡ് മിൽക്ക്. സച്ച് സിമ്പിൾ ഫുഡ് സ്റ്റഫ് ഈസ് കൺസിഡർഡ് ടു ബി ഇൻ ദ മോഡ് ഓഫ് കുഞ്ഞ്. കാരണം സത്വഗുണത്തിലുള്ള ആഹാരം കഴിക്കണം. നമ്മളുടെ അവബോധത്തിനെ പ്യൂർ ആക്കാൻ വേണ്ടിയിട്ട് സത്വഗുണത്തിലുള്ള ആഹാരം കഴിച്ചിരിക്കണം. തമോ ഗുണത്തിലോ രജോ ഗുണത്തിലുള്ള ആഹാരം കഴിച്ചാൽ അവർക്ക് ഫോക്കസ് കിട്ടില്ല, അവരുടെ മനസ്സ് വാണ്ടർ ചെയ്യും, ചലിക്കും, അപ്പോൾ ഫോക്കസ് കിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, അത് പാപം കൂടിയാണ്. Therefore, those who indulge in animal food, drinking, smoking, and eating food which is not first offered to Krishna will suffer sinful reaction because of eating only polluted things. അതായത് ഭൂഞ്ചതേ തേതൊകം പാപം ഏ പചന്തി ആത്മകാരണ യജ്ഞശിഷ്ടാസിനോ സന്തു മുച്ചന്തേ സർവകിൽബിഷേ ഭൂഞ്ചതേ തേതൊകം പാപ ഏ പചന്തി ആത്മകാരണ. ഭഗവാന് സമർപ്പിക്കാതെ നമ്മൾ എന്ത് ഭുജിക്കുന്നുവോ അതെല്ലാം പാപം മാത്രമാണ്. ഭഗവാന് സമർപ്പിക്കണമെങ്കിൽ അത് ഏതിൽ പെടണം? ഭഗവാൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇത് മാത്രമേ ചെയ്യാൻ പാടൂ, ഇത് മാത്രമേ കഴിക്കാൻ പാടൂ, അത് മാത്രമേ സമർപ്പിക്കാനും പാടുള്ളൂ. അല്ലെങ്കിൽ അത് വെറും പാപം മാത്രമാണ് നമ്മൾ കഴിക്കുന്നതെന്ന് ഭഗവാൻ പറയുന്നു. എനിവൺ ഹു ഈറ്റ്സ് ഫോർ സെൻസ് പ്ലഷർ or cooks for himself, not offering his food to Krishna, eats only sin. പാപം മാത്രമാണ് കഴിക്കുന്നത്. One who eats sin and eats more than is allotted to him cannot execute perfect yoga. വളരെ ക്ലിയർ, സിമ്പിൾ. പാപം മാത്രം ചെയ്യുന്ന ആൾക്കാർ, പാപം മാത്രം കഴിക്കുന്ന ആൾക്കാർ, ആൻഡ് കൂടുതൽ കഴിക്കുന്ന ആള്, നമ്മളുടെ കോട്ടയെക്കാളും കൂടുതൽ നമ്മൾ കഴിക്കുക മാത്രമല്ല, നമ്മൾ അക്വയർ ചെയ്ത്, നമ്മൾ അമാസ് ചെയ്യുന്നത്, നമ്മൾ ശേഖരിക്കുന്നത്, അവർക്കൊന്നും യോഗ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് ബെസ്റ്റ് ദാറ്റ് വൺ ഈറ്റ് ഓൺലി ദ റെമനൻസ് ഓഫ് ഫുഡ് സ്റ്റഫ് ഓഫർഡ് ടു കൃഷ്ണ. അപ്പൊ എന്താണ് ഇവിടെ റെക്കമെൻഡ് ചെയ്യുന്നത്? ഭഗവാന് സമർപ്പണം ചെയ്തിട്ടില്ല ആ ഭഗവാന്റെ ഉച്ഛിഷ്ടം മാത്രം നമ്മൾ കഴിക്കുക, റെമനൻസ്. എ പേഴ്സൺ ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ് ഡസ് നോട്ട് ഈറ്റ് എനിത്തിങ് വിച്ച് ഈസ് നോട്ട് ഫസ്റ്റ് ഓഫർഡ് ടു കൃഷ്ണ. കൃഷ്ണാവബോധത്തിലുള്ള ഒരു ഭക്തനും ഭഗവാൻ കൃഷ്ണന് സമർപ്പിക്കാതെ ഒന്നും കഴിക്കില്ല, കഴിക്കാൻ പാടില്ല. അത് തന്നെയാണ് നമ്മളോടും ദീക്ഷാ സമയത്തും അല്ലാത്ത സമയത്തും ഭക്തന്മാരും ഗുരുജനങ്ങളും നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. അല്ലെങ്കിൽ ആ പാപം നമ്മൾ വീണ്ടും വീണ്ടും അക്യുമുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. Therefore, only the Krishna conscious person can attain perfection in yoga practice. കൃഷ്ണാവബോധത്തിലുള്ള ഒരു വ്യക്തിക്ക് മാത്രമാണ് യോഗ പ്രാക്ടീസിൽ പെർഫെക്ഷൻ കിട്ടുക. കാരണം വെച്ചാൽ അത് ആരാണ് സീരിയസ് ആയിട്ട് ഫോളോ ചെയ്യുന്നത് അവർക്ക് മാത്രം. നമ്മൾ കൃഷ്ണ കോൺഷ്യസ് ദീക്ഷ എടുത്തു പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളിത് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ കൃഷ്ണാവബോധത്തിലല്ല. സോ നോർ ക്യാൻ വൺ ഹു ആർട്ടിഫിഷ്യലി അബ്സ്റ്റെയിൻസ് ഫ്രം ഈറ്റിംഗ് മാനുഫാക്ചറിങ് ഹിസ് ഓൺ പേഴ്സണൽ പ്രോസസ് ഓഫ് ഫാസ്റ്റിംഗ് പ്രാക്ടീസ് യോഗ. അപ്പം അല്ലാണ്ട് കൃത്രിമമായിട്ട് ഒരാളെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല, ആർട്ടിഫിഷ്യലി ആയിട്ട് നമ്മൾ വ്യാഴാഴ്ച അത് കഴിക്കില്ല, ചൊവ്വാഴ്ച ഇത് കഴിക്കില്ല, ബുധനാഴ്ച അത് കഴിക്കില്ല, ഒരു കാര്യമില്ല. അത് മാൻമെയ്ഡാണ്, നമ്മൾ ഉണ്ടാക്കുന്ന വിംസിക്കലാണ്. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോൾ നമ്മൾ ഫാസ്റ്റ് ചെയ്യണം, ഏകാദശി മാസം 2 പ്രാവശ്യം. അതുപോലെ ഓരോ ഫെസ്റ്റിവൽസ്, ജന്മാഷ്ടമി, ഗൗർ പൂർണിമ, രാമനവമി, ചതുർദശി, നരസിംഹ ചതുർദശി, ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതൊക്കെ അവരുടെ ആ ഒരു ഗ്ലോറിഫിക്കേഷന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി നമ്മൾ ഫാസ്റ്റ് ചെയ്യുക. അല്ലാണ്ട് നമ്മളുടെ മെറ്റീരിയൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ടോ പൊളിറ്റിക്കൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ടോ നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നതൊന്നും അതൊന്നും റെക്കമെൻഡ് ചെയ്തിട്ടില്ല സ്ക്രിപ്റ്റേഴ്സിൽ. അതൊന്നും നമ്മുടെ ഒരു തരത്തിലും നമ്മുടെ ആധ്യാത്മിക ഉന്നമനത്തിന് സഹായിക്കില്ല. ഇറ്റ് ഡസ് നോട്ട് ഫാസ്റ്റ് ഓർ ഈറ്റ് മോർ ദാൻ ഈസ് റിക്വയർഡ് ആൻഡ് ഈസ് ദസ് കോമ്പിറ്റന്റ് ടു പെർഫോം യോഗ പ്രാക്ടീസ്. One who eats more than required will dream very much while sleeping and he must consequently sleep more than is required. കൂടുതൽ കഴിക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ സ്വപ്നം വരും. അത് മാത്രമല്ല അവർക്ക് എന്താണ് ഈ മസ്റ്റ് കോൺസിക്വൻലി അതിൻ്റെ അനന്തരഫലമായിട്ട് വീണ്ടും കൂടുതൽ ഉറങ്ങേണ്ടി വരും. One should not sleep more than 6 hours daily.
one who sleeps more than 6 hours out of 24 hours is certainly influenced by the mode of ignorance. അപ്പൊ നമ്മളൊക്കെ ഞാനൊക്കെ mode of ignorance-ലാണ്. Okay, more than 6 hours ഞാൻ ഉറങ്ങുന്നുണ്ട്. A person in the mode of ignorance is lazy and prone to sleep a great deal. Such a person cannot perform yoga. പ്രഭാത പറയുന്നത് 6 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങാൻ പാടില്ല. 6 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ 6 മണിക്കൂർ പ്രാക്ടീസ് ചെയ്താൽ സാധിക്കുമായിരിക്കും, പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ആദ്യം മുതൽക്കേ 7 മണിക്കൂർ 8 മണിക്കൂറൊക്കെ ഉറങ്ങി ശീലിച്ചു പോയി. അല്ലെങ്കിൽ അത്രയും ഉറക്കം കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഉറങ്ങുന്നു. അപ്പൊ ഇതൊക്കെയാണ് ശരിക്കും യോഗ ചെയ്യാൻ ഉള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻ. ഇത് പാലിക്കുന്നില്ലെങ്കിൽ അതിനെ യോഗ എന്ന് പറയാൻ പറ്റില്ല, അതിനെ വേറെ എന്തെങ്കിലും പേരിട്ട് നമുക്ക് വിളിക്കാം. മാതാജി ചോദിച്ച പോലെ ഒരുപാട് ആചാര്യന്മാര്, സോക്കോൾഡ് ആചാര്യന്മാരുണ്ട്. അവർ യോഗ ക്ലബും യോഗ പ്രാക്ടീസും ഒക്കെ പറഞ്ഞ് അവർ ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതൊന്നും നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലെത്തില്ല ഉറപ്പ്. കാരണം ഇതെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മളുടെ ഉദ്ദേശ ലക്ഷ്യം സാധിക്കുള്ളൂ. ഓക്കെ, വേറെ എന്തെങ്കിലും ഇതില് ക്വസ്റ്റ്യൻസ്? ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാമം. അതെ പ്രഭുജി, ഇപ്പൊ കർമ്മയോഗത്തിനെ കുറിച്ചിട്ട് ഫസ്റ്റ് പറഞ്ഞില്ല, ഫസ്റ്റ് ശ്ലോകം യാനിഷ അതിങ്ങനെ പറഞ്ഞപ്പോ അതില് പിന്നെ കർമ്മയോഗം ചെയ്യുന്നത് വഴി തന്നെ അതിലൂടെ തന്നെയല്ലേ ഭക്തിയോഗത്തിലേക്ക് എത്താനും പറ്റുള്ളൂ പ്രഭുജി? പിന്നെ ഭക്തിയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഭഗവാന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്യുന്നതിനല്ലേ ഭക്തിയോഗം എന്ന് പറയുന്നത്? അപ്പൊ നമ്മൾ വായിച്ച 3-ാമത്തെ അധ്യായം കർമ്മയോഗ, 5-ാമത്തെ അധ്യായം കർമ്മയോഗ ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ്. ഭക്തി അവിടെ കൂടിയാൽ അത് ആ കർമ്മയോഗത്തിന് ഭക്തിയോഗം തന്നെ പറയാം. അപ്പോ ഭഗവാന് വേണ്ടി ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഭഗവാന് വേണ്ടി ചെയ്യുമ്പോൾ അത് ഭക്തിയോഗയായി. അപ്പൊ ഒരു ഭക്തനും കർമ്മം ചെയ്യുന്നുണ്ട്, ഒരു ഭക്തനും ഭഗവത്ഗീതയും ഭാഗവതം വായിക്കുന്ന ജ്ഞാനം ആർജിച്ചെടുക്കുന്നുണ്ട് അല്ലേ? ഒരു ഭക്തനും ധ്യാനിക്കുന്നുണ്ട് ജപത്തിലൂടെ. അപ്പോ ഇതെല്ലാം കൂടിച്ചേർന്നാണ് ഭക്തിയോഗം. ഭക്തിയോഗത്തിൽ കർമ്മമുണ്ട്, ധ്യാനമുണ്ട്, ജ്ഞാനമുണ്ട്. അപ്പൊ കർമ്മയോഗി എന്ന് പറഞ്ഞാൽ കർമ്മം വിത്ത് ഭക്തി, അത് ഭക്തിയോഗമായി. ജ്ഞാനയോഗ വിത്ത് ഭക്തി, അത് ഭക്തിയായി. അതേപോലെ ധ്യാനം വിത്ത് ഭക്തിയായി. അപ്പൊ ഇതില് 3 മടങ്ങിയിട്ടുണ്ട് ഭക്തി. ഭക്തി ഈസ് എ കൾമിനേറ്റ്. ഭക്തി ഇൻഡിപെൻഡന്റ് ആണ്, മറ്റത് ഇൻഡിപെൻഡന്റ് അല്ല. ഇത് വ്യത്യാസം. കർമ്മം എലോൺ ഒറ്റയ്ക്കാണെങ്കിൽ അത് ഇൻഡിപെൻഡന്റ് അല്ല, അതുകൊണ്ട് നമുക്ക് ഭഗവാനെ പ്രാപിക്കാൻ പറ്റില്ല. കർമ്മത്തിലൂടെ ഭക്തിയും കൂടി ചേരുമ്പോഴാണ് നമ്മൾ ഭക്തി മാർഗത്തിലേക്ക് വരുന്നത്. സ്ലോലി ഗ്രാജുവലി നമ്മൾ പിന്നെ പൂർണ്ണ ഭക്തനായിട്ട് മാറുന്നു. അപ്പൊ നമ്മൾക്ക് അവിടെ കർമ്മം വേറെ ഭക്തി വേറെ, അങ്ങനെ ഒരു സെഗ്രിഗേഷൻ ഉണ്ടാവില്ല. ചെയ്യുന്നതെല്ലാം ഭക്തി തന്നെ. പിന്നെ അവിടെ കർമ്മം, ജ്ഞാനം, ധ്യാനം ഒന്നും പറയില്ല. അപ്പൊ അത് ഭക്തിയായി. അപ്പൊ ഇനീഷ്യലി കർമ്മം ചെയ്ത് ഭക്തിയും കൂടിയും പ്രാക്ടീസ് ചെയ്ത് പതുക്കെ ഒരു പൂർണ്ണ ഭക്തനായിട്ട് മാറുന്നു. അപ്പൊ കർമ്മ ലീഡ്സ് ടു ഭക്തി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ. ജ്ഞാന ലീഡ്സ് ടു ഭക്തി, ധ്യാന ലീഡ്സ് ടു ഭക്തി. ഭക്തി എല്ലാം കൂടി ഉള്ളതാണ്. ഇപ്പൊ ഭക്തി ഇൻഡിപെൻഡന്റ് ആണ്. ഭക്തി ജ്ഞാനമില്ലെങ്കിലും കുഴപ്പമില്ല, കർമ്മമില്ലെങ്കിലും കുഴപ്പമില്ല, ധ്യാനമില്ലെങ്കിലും കുഴപ്പമില്ല. ഭക്തി ക്യാൻ ടേക്ക് യു ടു കൃഷ്ണ. കർമ്മ എലോൺ കനോട്ട് ടേക്ക് യു, ധ്യാന എലോൺ കനോട്ട് ടേക്ക് യു, ജ്ഞാന എലോൺ കനോട്ട് ടേക്ക് യു ടു കൃഷ്ണ. ഭക്തി എലോൺ, ഭക്തി ഒറ്റയ്ക്ക് നമ്മൾ കർമ്മം ചെയ്തില്ലെങ്കിലും ഭക്തി മാത്രം ഉള്ളെങ്കിലും നമ്മൾ ഭഗവാന്റെ ധാമിൽ കൊണ്ടാവും. ജ്ഞാനമില്ലെങ്കിലും നമ്മൾ ഭഗവാന്റെ ധാമിലും. ഭക്തിക്ക് ജ്ഞാനം ഉണ്ടാവണമെന്നില്ല. നമ്മൾ ജ്ഞാനം എന്ന് പറയുന്നത് ഭൗതിക ലോകത്തിലെ ജ്ഞാനമാണ് കേട്ടോ. മറ്റേത് ഓട്ടോമാറ്റിക്കലി ഭഗവാന്റെ കൃപ കൊണ്ട് കിട്ടും. ആധ്യാത്മിക ജ്ഞാനം ഒരു ഭക്തനുണ്ടായിരിക്കും ഭഗവാന്റെ കൃപ കൊണ്ട്. ഒരു ഭക്തന് ഒരു നല്ലൊരു എഞ്ചിനീയറോ ഡോക്ടറോ ആവശ്യമില്ല. ഒരു ഓഫീസിൽ പോയിട്ട് ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഒരു ധ്യാനവും ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് നാമജപം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭക്തിയിൽ പെടുന്നതാണ്. അതൊന്നും ഒരു കർമ്മത്തിലോ ജ്ഞാനത്തിലോ ഒന്നും പെടുന്നല്ല ഇത്. അതുകൊണ്ട് ഭക്തി ഇൻഡിപെൻഡന്റ് ആണ്. അതിനെ വേറൊന്നിനെ ആശ്രയിക്കേണ്ട ഒരു ആവശ്യമില്ല. നേരെ മറിച്ച് കർമ്മത്തിനെ ആശ്രയിക്കണം. കർമ്മം കൊണ്ട് മാത്രം നമുക്ക് ഭഗവാനെ പ്രാപിക്കാൻ പറ്റില്ല. ജ്ഞാനം കൊണ്ട് മാത്രം നമുക്ക് ഭഗവാനെ പ്രാപിക്കാൻ, അതേപോലെ ധ്യാനം കൊണ്ട്. അതിൽ എപ്പോൾ ഭക്തി ആഡ് ചെയ്യുന്നോ അപ്പം നമ്മൾ ആ ഒരു പ്രോഗ്രസീവ് സ്റ്റേജിലേക്ക് വന്നു. പിന്നെ
ആ പ്രോഗ്രസീവ് സ്റ്റേജിൽ കൂടെ കടന്നുപോയി പൂർണ്ണമായിട്ടും ഒരു ഭക്തനായാൽ നമ്മൾ ഭഗവത് പ്രാപ്തിയിലും നേടും. ഓക്കെ ബ്രജി, താങ്ക് യു. So text 17. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. ശ്യാമള മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യുക്താഹാരാവിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. ഹരേ സ്മിത മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. ഹരേ കൃഷ്ണ. മംഗള മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. ഹരേ കൃഷ്ണ. പ്രവർത്തനം കൂടി വായിച്ചു. ശുചി മാതാജി വായിച്ചിട്ടില്ലേ പ്രഭുജി? സുജി മാതാജി ലെഫ്റ്റ് ചെയ്തല്ലോ, ഇറങ്ങാൻ എക്സിറ്റ് ചെയ്യാൻ. സോറി പ്രഭുജി. വിവർത്തനം. ദിവ്യ പൂജ്യ ശ്രീമതി ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശില പ്രഭാത് കി ജയ. ജയ ശില പ്രഭാത്. ആഹാരം, നിദ്ര, വിഹാരം, പ്രവൃത്തി എന്നിവയിൽ നിയന്ത്രണം പാലിക്കുന്നവന് യോഗ പരിശീലനം കൊണ്ട് സർവ ദുഃഖങ്ങളും അകറ്റാൻ കഴിയും. ഹരേ കൃഷ്ണ. താങ്ക് യു. He who is regulated in his habits of eating, sleeping, recreation, and work can mitigate all material pains by practicing the yoga system. അപ്പോൾ ഏതൊരു ഭക്തനാണോ, ഏതൊരു വ്യക്തിയാണോ നമ്മളുടെ ആ ശീലങ്ങളെ നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്നത്, ഒരുപാട് ഹാബിറ്റ്സ് ഉണ്ട് അല്ലേ? എന്താണ് ഹാബിറ്റ്സ്? ഈറ്റിംഗ്, സ്ലീപ്പിംഗ്, റിക്രിയേഷൻ ആൻഡ് വർക്ക്. അവർക്ക് മാത്രമാണ് നമ്മളുടെ ഭൗതിക തലത്തിലുള്ള ആ സഫറിങ്സിനെ ഇല്ലാതാക്കാൻ പറ്റുന്നത് യോഗ സിസ്റ്റത്തിലൂടെ, ബൈ പ്രാക്ടീസിങ് യോഗ സിസ്റ്റം. അപ്പോൾ എങ്ങനെ അത് ഇല്ലാതാക്കാൻ പറ്റും? നമ്മളുടെ ഈറ്റിംഗ്, സ്ലീപ്പിംഗ്, റിക്രിയേഷൻ ആൻഡ് വർക്ക് ഇതെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ, റെഗുലേറ്റ് ചെയ്യുകയാണെങ്കിൽ യോഗ സിസ്റ്റത്തിലൂടെ നമുക്ക് ഭഗവാനിൽ ധ്യാനിച്ച് മറ്റതെല്ലാം നമ്മൾ മറക്കും. ഓൺലി വൺ ഫോക്കസ്, ഭഗവാൻ മാത്രം. അപ്പം ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് യാതൊരു കണക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ മെറ്റീരിയൽ പെയിൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല. യോഗ സിസ്റ്റം ശരിക്കും അഭ്യസിക്കുകയാണെങ്കിൽ അവരും ഭഗവാനായിട്ടുള്ള ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റീരിയൽ പെയിൻ എവിടെ ഉണ്ടാവില്ല. അവർ ടോട്ടലി കട്ട് ഓഫ് ഫ്രം ദ എക്സ്റ്റേണൽ വേൾഡ്. ഇങ്ങനത്തെ ഒരു അഷ്ടാംഗയോഗി ആ ട്രാൻസിലെത്തിക്കഴിഞ്ഞാൽ ആ യോഗിയുടെ ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ആ യൂണിയൻ അവിടെ സംഭവിച്ചു കഴിയും. പിന്നെ എക്സ്റ്റേണൽ വേൾഡിൽ എന്താണ് നടക്കുന്നത് അവർക്ക് അറിയുന്നില്ല. ദാറ്റ് സമാധി. So extravagance in the matter of eating, sleeping, defending and mating, which are demands of the body, can block advancement in the practice of yoga. അപ്പോൾ കൂടുതൽ അത്യാഹാരം ഈ നാലെണ്ണത്തിലും ഈറ്റിംഗ്, സ്ലീപ്പിംഗ്, ഡിഫെൻഡിങ് ആൻഡ് മേറ്റിംഗ്, അതായത് ആഹാര, നിദ്ര, ഭയമൈത്തനം, ഇതിൽ കൂടുതൽ എക്സ്ട്രാവാഗൻസ് ആയാൽ എന്താണ്, നമുക്ക് ഈ അഷ്ടാംഗ യോഗ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. As far as eating is concerned, it can be regulated only when one is practiced to take and accept prasad. Eating, അതായത് ഭക്ഷണത്തിൻ്റെ ആ ശീലം എങ്ങനെ നമ്മൾ റെഗുലേറ്റ് ചെയ്യുക? ഭഗവാന്റെ പ്രസാദം കഴിച്ചിട്ട് മാത്രം. Sanctified food. Lord Krishna is offered according to the Bhagavad Gita 9.26 vegetables, flowers, fruits, grains, milk, etc. In this way, a person in Krishna consciousness becomes automatically trained not to accept food not meant for human consumption or not in the category of goodness. അപ്പോൾ ഒരു ഭക്തൻ ഏതൊരു യോഗ അഭ്യാസം ചെയ്യുന്ന ഭക്തനായാലും ശരി, അഷ്ടാംഗ യോഗം മാത്രമല്ല ഏത് അഭ്യാസം ചെയ്താലും ശരി, സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും സത്വഗുണത്തിലുള്ള പ്രസാദം മാത്രമേ കഴിക്കൂ, സത്വഗുണത്തിലുള്ള ഭക്ഷണം മാത്രമേ കഴിക്കൂ. അതും ഭഗവാന് സമർപ്പണം ചെയ്തിട്ട്
ആ ഭഗവാന്റെ റെമനൻസ് കഴിക്കുക, അത് മാത്രമേ പാടുള്ളൂ. അത് മാത്രമേ ഗുഡ് ഫോർ ഹ്യൂമൻ കൺസംഷൻ. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ആമാശയം ഒരു ശ്മശാനമാക്കാൻ പാടില്ല അല്ലേ? അപ്പോൾ നമ്മൾ എന്താണ്, വെജിറ്റേറിയൻ മാത്രമേ കഴിക്കാൻ പാടൂ, അതും ഭഗവാന് സമർപ്പണം ചെയ്തൊരു പ്രസാദം മാത്രം. As far as sleeping is concerned, Krishna conscious person is always alert in the discharge of his duties in Krishna consciousness. And therefore, any unnecessary time spent sleeping is considered great loss. അപ്പോൾ കൂടുതൽ ഉറങ്ങുന്നതും ഒരു ഭക്തനെ സംബന്ധിച്ചോളം നല്ലതല്ല. കാരണം ആ സമയം നമ്മൾ വെറുതെ പാഴാക്കുകയാണ്. അത് മാത്രമല്ല, ലേസിനെസ്, മടി കൂടും. അവ്യർത്ഥകാലത്വം. A Krishna conscious person cannot bear to pass a minute of his life without being engaged in the service of the Lord. അതാണ് അവ്യർത്ഥ കാലത്വം. നമ്മൾ വ്യർത്ഥമാക്കില്ല, ഒരു മിനിറ്റ് പോലും ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കും. Therefore, his sleeping is kept to a minimum. എത്രയോ നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ട് അത്രയും മാത്രം നമ്മൾ ഉറങ്ങാൻ പാടുള്ളൂ. Is ideal in this respect is Srila Rupa Goswami, who was always engaged in the service of Krishna and who could not sleep more than 2 hours a day, and sometimes not even that. ഇത് എങ്ങനെ സാധിച്ചെടുക്കാൻ പറ്റും? 2 മണിക്കൂർ, ചില സമയത്ത് അതും കൂടി ഇല്ല. Thakur Haridas would not even accept prasadam nor even sleep for a moment without finishing his daily routine of chanting with his beads 300,000 names. അപ്പോൾ ഇവരൊന്നും നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ പാടില്ല. അവരൊക്കെ വളരെ ഉയർന്ന നിലവാരത്തിലുള്ള ആൾക്കാരാണ്, എക്സോൾട്ടഡ് ഡിവോട്ടീസ് ആണ്, ഉയർന്ന ഭക്തന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മിനിമം പറഞ്ഞിട്ടുണ്ട്, പ്രഭാത പറഞ്ഞ 6 hours. യെസ്. അപ്പോൾ അതേപോലെ നമുക്ക് പറ്റുന്ന അനുസരിച്ച് നമ്മൾ അത് പതുക്കെ പതുക്കെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുക. ഇമ്മീഡിയറ്റ്ലി നമുക്ക് ഒരാളെ അനുകരിക്കാൻ പാടില്ല. അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഓരോരുത്തരും വ്യത്യസ്തമായിട്ടുള്ള അവബോധത്തിലായിരിക്കും, ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള കോൺഷ്യസ്നെസ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഒരാളെയും ഇമിറ്റേറ്റ് ചെയ്യാൻ പാടില്ല. ഭഗവാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് അത് പ്രകാരം നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക. അപ്പോൾ പതുക്കെ പതുക്കെ നമ്മൾ ഇമ്പ്രൂവ് ആയി വരും. ഒരു ഓവർനൈറ്റിലൊന്നും നമുക്ക് അവരെ പോലെ ആവാൻ പറ്റില്ല. അപ്പം അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ നോക്കുക, അത്രേ പറ്റുള്ളൂ. So Thakur Haridasa would not even accept prasadam nor even sleep for a moment without finishing his daily routine of chanting with his beads 300,000 names. 300,000 names ആണ് ഹരിദാസ് ഠാക്കൂർ ഡെയിലി. അത് കഴിയുന്നതിന് മുമ്പേ ഭക്ഷണം കഴിക്കില്ല, അത് കഴിഞ്ഞിട്ടേ പഠിക്കുള്ളൂ. അതാണ് അദ്ദേഹത്തിന്റെ റെഗുലേഷൻ. As far as work is concerned, Krishna conscious person does not do anything which is not connected with Krishna's interest, and thus his work is always regulated and is untainted by sense gratification. Since there is no question of sense gratification, there is no material leisure for a person in Krishna consciousness. And because he is regulated in all his work, speech, sleep, wakefulness, and all other bodily activities, there is no material misery for him. ഒരു കൃഷ്ണാവബോധമുള്ള വ്യക്തിക്ക് മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ഇല്ലാത്തതുകൊണ്ട് അവരെ ബന്ധിപ്പിക്കില്ല. അവരുടെ സംസാരത്തിലും ഉറക്കത്തിലും ഉണർന്നിരുന്ന ജാഗ്രതാവസ്ഥയിലും മറ്റുള്ള ആക്ടിവിറ്റീസ് എല്ലാം റെഗുലേറ്റ് ആയതുകൊണ്ട് അവരെ മിസറി, ക്ലേശങ്ങളെ സ്പർശിക്കുകയും ചെയ്യില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട്, നമ്മുടെ ലൈഫ് റെഗുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മളുടെ കർമ്മഫലം വരില്ല. എന്തെങ്കിലും റെസ്യൂഡൽ ആയിട്ടുള്ള, അതായത് എന്താണ് പറയുക, പെൻഡിങ് ആയിട്ടുള്ള കർമ്മം, പ്രാരാബ്ധ കർമ്മം. ഓക്കെ, പ്രാരാബ്ധ കർമ്മം എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് മാത്രം അനുഭവിച്ചാൽ മതി. നമ്മൾ പുതുതായിട്ടൊരു കർമ്മം സൃഷ്ടിക്കുന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ ജന്മത്തിൽ തന്നെ ഭഗവത് പ്രാപ്തി നേടാൻ പറ്റും. പ്രാരാബ്ധ കർമ്മം ഈ ജന്മത്തിൽ കഴിയും. അതായത് എന്താണ് പ്രാരാബ്ധം? ഈ ജന്മത്തിൽ അനുഭവിച്ച് തീരാനുള്ള കർമ്മമാണ് പ്രാരാബ്ധ കർമ്മം. അത് കഴിഞ്ഞാൽ നമ്മൾ പുതുതായിട്ട് യാതൊരു കർമ്മം നമ്മൾ സൃഷ്ടിക്കുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് ഒന്നുമില്ല. ബാക്കിയെല്ലാം സീഡ് ഫോമിലാണ്, വിത്ത് ഫോമിലാണ്. അതെല്ലാം നമ്മൾ കരിച്ച് കളയുന്നുണ്ട്. പിന്നെ പുതുതായിട്ട് കർമ്മങ്ങളൊന്നും നമ്മൾ ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് ഈ ലൈഫിൽ തന്നെ നമുക്ക് ഭഗവത് പ്രാപ്തി ഉണ്ടാകും.
അപ്പൊ അതുകൊണ്ട് റെഗുലേഷൻ ഇറ്റ്സ് എ മസ്റ്റ്. ആ റെഗുലേഷൻ എങ്ങനെയാണ്? നമ്മളുടെ ചെയ്യുന്ന കർമ്മത്തിലെ ആക്ടിവിറ്റീസ്, സ്പീച്ച്, നമ്മുടെ സംസാരം ലിമിറ്റഡ് ആയിരിക്കണം. അനാവശ്യമായിട്ട് നമ്മുടെ എന്താണ് പറയുക, വൈബ്രേറ്റിംഗ് ടങ്, തവള അല്ലേ, മഴക്കാലത്ത് തവള എന്താ, അതിങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഉണ്ടാക്കിയാൽ എന്താ, പാമ്പ് വന്നിട്ട് ഇൻവൈറ്റ് ചെയ്യാണ് പാമ്പിനെ, അതിനെ വിഴുങ്ങും ചെയ്യും. അതേപോലെ ഉറക്കം, നല്ല ജാഗ്രതാവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ റെഗുലേറ്റ് ചെയ്യണം. ബാക്കി എല്ലാ ബോഡിലെ ആക്ടിവിറ്റീസും നമ്മൾ റെഗുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളെ ക്ലേശങ്ങൾ സ്പർശിക്കില്ല. അതേ സമയത്ത് തന്നെ ഈ ജന്മത്തിൽ തന്നെ നമുക്ക് ഭഗവത് പ്രാപ്തി നേടാനുള്ള അവസരം ഭഗവാൻ ഒരുക്കി തരും. ഓക്കെ, അതാണ്. അപ്പൊ ഇതിലെന്തെങ്കിലും പോയിന്റ്സ്? ഉണ്ടോ? ഹരിബോൾ. ഹരേ കൃഷ്ണ പ്രഭു. 18 അടുത്ത ക്ലാസ്സിൽ എടുക്കാം, കുറച്ച് വലുതാണ്. ഓക്കെ. സോ വാഞ്ചാ കൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ वैष्णवेभ्यो नमो नमः। अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय। गो प्रेमानंदे। हरे कृष्णा।